വി ഡി സതീശൻ ജി സുകുമാരൻ നായരോട് ആ ചൊരുക്ക് തീർക്കാണോ? ഇതിനകത്ത് ഇവർ ഇരുവരും തമ്മിൽ അകന്നു നിന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കാരണം വി ഡി സതീശൻ മുഖ്യമന്ത്രി ആകുന്നതിനെ പിന്തുണച്ച ആളല്ല NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ എന്നത് നമുക്കെല്ലാവർക്കും അറിയാം. അതിനുശേഷം ഞാൻ മനസ്സിലാക്കുന്നത് ഇന്ന് വി ഡി സതീശൻ മുഖ്യമന്ത്രി വിശദീകരിച്ചതുപോലെ ഇരുവരും തമ്മിൽ 2 തവണ ഫോണിൽ സംസാരിക്കുകയും ദീർഘനേരം അതിലൊരു സംഭാഷണം നീണ്ടു നിൽക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനുശേഷമുള്ളതാണ് ഇപ്പോഴത്തെ NSS ജനറൽ സെക്രട്ടറിയെ ചൊടിപ്പിച്ചതിലേക്ക് നയിച്ച കാര്യങ്ങൾ. അത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ളവരിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, ബജറ്റിൻ്റെ പ്രിൻറ്റിങ്ങിന് പോകുന്ന ദിവസമോ മറ്റോമാണ് ഇദ്ദേഹം ബന്ധപ്പെടാൻ ശ്രമിക്കുന്നത്. അപ്പോൾ അപ്പോയിൻമെൻ്റ് അല്ല, അത് ഫോണിൽ വിളിക്കുന്നത്. ആ ദിവസം മുഖ്യമന്ത്രി ഫോൺ എടുത്തിട്ടില്ല. മുഖ്യമന്ത്രിയുടെ ഓഫീസ് വിശദീകരിക്കുന്ന ആ സമയത്ത് മുഖ്യമന്ത്രിയുടെ കയ്യിലായിരുന്നില്ല ഫോൺ ഉണ്ടായിരുന്നത് എന്നടക്കമുള്ള കാര്യങ്ങളാണ്. പക്ഷേ പിന്നീട് ഇതിന് ശേഷം സംഭവിച്ചത് എന്ന് പറഞ്ഞാൽ NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ NSSൻ്റെ ബജറ്റ് സമ്മേളനത്തിനുള്ളിൽ ഒരു പ്രസംഗം നടത്തുന്നുണ്ട്. മുഖ്യമന്ത്രിയായ സതീശൻ അഹങ്കാരിയാണ് എന്നതായിരുന്നു ആ പരാമർശം. അത് പുറത്തു വന്നതോടുകൂടിയാണ് കാര്യങ്ങൾ കുറച്ച് അകൽച്ച വീണ്ടും രൂപപ്പെട്ടത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് സ്വാഭാവികമായും മുഖ്യമന്ത്രിയെ എവിടെ വെച്ച് കാണാമെന്ന് ചോദിച്ച് അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറിയെ ആര് ബന്ധപ്പെട്ടാലും ചിലപ്പോൾ ഇന്ന ദിവസം എറണാകുളത്താണ് ഉള്ളത് എന്ന മറുപടി ലഭിച്ചിരിക്കും. അത്തരത്തിൽ ഒരു മറുപടി ആയിരിക്കില്ല സുകുമാരൻ നായർ പ്രതീക്ഷിച്ചിരിക്കുക. നേരത്തെ നിഷാദ് സൂചിപ്പിച്ചതുപോലെ പെരുന്ന എന്ന NSS ആസ്ഥാനത്ത് അങ്ങോട്ട് ചെന്ന് കാണുന്ന മുഖ്യമന്ത്രിയായിരിക്കും NSSൻ്റെയും സുകുമാരൻ നായരുടെയും താല്പര്യം. ഏതായാലും സതീശൻ ഈ ഘട്ടത്തിൽ അതിന് തയ്യാറല്ല എന്ന് തന്നെയാണ് സതീശൻ്റെ ഇന്നത്തെ വാർത്താ സമ്മേളനത്തിലെ വിശദീകരണത്തിൽ നിന്നുകൂടി നമ്മൾ വായിച്ചെടുക്കേണ്ടത്. കാരണം എല്ലാത്തിൽ നിന്നും, കാരണം തന്നെ ഇത്രത്തോളം വട്ടം കറക്കാൻ ശ്രമിച്ച ഒരാൾക്ക് അങ്ങോട്ട് പോയി വഴങ്ങിക്കൊടുക്കേണ്ടതില്ല എന്നൊരു സമീപനം അദ്ദേഹം വ്യക്തിപരമായി സ്വീകരിക്കുന്നുണ്ടാവും. അതേ സമയത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിവേദനം നൽകാനായി വരേണ്ടതുണ്ട്, അതിനൊരു സമയം ചോദിച്ച് വിളിച്ചാൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഉറപ്പായും സുകുമാരൻ നായർക്ക് സമയം അനുവദിക്കണം. കാരണം എല്ലാവരുടെയും മുഖ്യമന്ത്രിയാണ് വി ഡി സതീശൻ. ഇപ്പോൾ തന്നെ പിന്തുണച്ചവരുടെ, തന്നെ മുഖ്യമന്ത്രിയാക്കാൻ വേണ്ടി പരിശ്രമിച്ചവരുടെ മാത്രം മുഖ്യമന്ത്രിയല്ല, കേരളത്തിൻ്റെ ആകെ മുഖ്യമന്ത്രി എന്ന നിലയിൽ അതിന് അനുമതി നൽകുകയും വേണം എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇനി സുകുമാരൻ നായരെ ഇതിനു മുമ്പ് വി ഡി സതീശൻ പോയി കണ്ടിട്ടില്ലേ? കണ്ടിട്ടുണ്ട്. സുകുമാരൻ നായർ കാലിലൊടിഞ്ഞിരുന്ന അവസ്ഥ, അങ്ങനെ എന്തൊരു ആരോഗ്യ പ്രശ്നത്തിലായിരുന്ന ഘട്ടത്തിൽ എനിക്ക് തോന്നുന്നു പുതുശ്ശേരിക്കൊപ്പമായി പോയിട്ടാണ് അന്ന് വി ഡി സതീശൻ കണ്ടത് എന്ന് തോന്നുന്നു. അങ്ങനെ അങ്ങോട്ട് പോയി സന്ദർശിക്കാത്ത ആളുമല്ല. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിന് ശേഷം വി ഡി സതീശൻ മുഖ്യമന്ത്രിയാകാൻ ആഗ്രഹിക്കാത്ത ഒരാളായിരുന്നു സുകുമാരൻ നായർ എന്നത് വി ഡി സതീശനും അറിയാം. അതിൻ്റേതായ മാനസികമായ അകൽച്ചയുണ്ട് എന്നാണ് ഞാൻ ഇന്നത്തെ മറുപടിയിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. പക്ഷേ നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ അദ്ദേഹം അങ്ങോട്ട് പോയി കാണാനായി അനുമതി ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് കൊടുക്കേണ്ടതാണ് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. കാരണം ഇപ്പോഴും നിങ്ങൾ നോക്കൂ, ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ പോലും വി ഡി സതീശൻ പറഞ്ഞത് കള്ളമാണ് എന്ന് പറയുന്നതിനൊപ്പം തന്നെ കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപിക്കെതിരെ അതിനേക്കാൾ ശക്തമായ വിമർശനം ഇന്നും സുകുമാരൻ നായർ ഉന്നയിക്കുന്നുണ്ട്. ആ നിലപാട് കഴിഞ്ഞ ദിവസം BJPക്കെതിരെ എടുത്ത നിലപാട് ഇന്നും കുറെ കൂടി ശക്തമായി ഉന്നയിക്കുന്ന സുകുമാരൻ നായരെയാണ് നമ്മൾ കാണുന്നത്. പുല്ലും ചെയ്യില്ല, അത്രയും ഏറ്റവും ശക്തമായ ഭാഷ, ഒരു പുല്ലും ചെയ്യാൻ പോകുന്നില്ല എന്ന് പറയുന്ന രീതിയിൽ. മാത്രമല്ല അതിലെ പോയിന്റ് വളരെ ക്ലിയർ ആണ്. അതായത് NSS BJPക്ക് ഒപ്പമാണെന്നുള്ള ഒരു മൂഡും ചിത്രവും സൃഷ്ടിക്കാനാണ് ശ്രമിക്കുന്നത്. അതിന് ഞങ്ങളില്ല എന്ന് പറഞ്ഞാൽ വളരെ ക്ലിയർ മെസ്സേജ് ആണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് കൃത്യ മെസ്സേജ് കൊടുത്താണ്, ഇപ്പൊ അത് കൃത്യമായിട്ട് പറഞ്ഞു. അതിനൊരു കാരണം കൂടിയുണ്ട്. കാരണം കഴിഞ്ഞ ദിവസം രാജീവ് ചന്ദ്രശേഖർ മറ്റേ CP രാധാകൃഷ്ണന്റെയും സുരേഷ് ഗോപിയുടെയും ഒക്കെ പ്രസ്താവനകളെ മയപ്പെടുത്തിക്കൊണ്ട് NSS ഞങ്ങൾക്കൊപ്പമാണ് എന്ന് പറയുന്ന രീതിയിൽ ഒരു പ്രസ്താവന ഇറക്കിയിരുന്നു. ആ സന്ദേശത്തിനു കൂടി യഥാർത്ഥത്തിൽ ഞങ്ങൾ BJPക്ക് കീഴ്പ്പെട്ടിട്ടില്ല എന്ന ഒരു സന്ദേശം നൽകുക കൂടിയാണ് നിഷാദ് പറഞ്ഞതുപോലെ ഇന്നും ചെയ്തിരിക്കുന്നത്. ആ അർത്ഥത്തിൽ അതൊക്കെ കൂടി എടുത്തുകൊണ്ട് വേണം മുഖ്യമന്ത്രിയും സുകുമാരൻ നായരെ സമീപിക്കേണ്ടത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.